ഹായ് ഗൈസ്. സോ ഇന്നിപ്പോ നമ്മൾ പോകുന്നത് ഒരു വെജ് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കരാമയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. സോ അവിടെ എത്തിയിട്ട് കാണാം. റെസ്റ്റോറന്റിന്റെ നെയിം വരുന്നത് ബിക്കനേർ വാല, കരാമയിലാണുള്ളത്. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും അവിടെ എത്തിയിട്ട് എന്താണ് ഞാൻ കഴിക്കുന്നതെന്നും അവിടുത്തെ വെറൈറ്റി എന്താണെന്നുള്ളതൊക്കെ ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ റെസ്റ്റോറന്റ് ഇതാണ്. അപ്പൊ നമുക്ക് പോകാം. ഒരു ഗീ ബട്ടറിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫുഡ് വന്നിട്ട് ബാക്കി കാണാം. ഫസ്റ്റ് ഓർഡർ ചെയ്ത് ഇത് രാജ് കച്ചോറി ഇങ്ങനെ ആയിരിക്കണം പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാനത് പഠിച്ചേക്കാം. ഇത് നമ്മുടെ പാനിപൂരിയുടെ ബേസ് വന്നിട്ട് അതിനുള്ളിൽ യോഗട്ട് ഉണ്ട്. ഈ യോഗട്ടിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ഫസ്റ്റ് കഴിച്ചത് ഒമാനിൽ പോയപ്പോഴായിരുന്നു. അന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് എനിക്ക് കൊണ്ടുപോയി മേടിച്ചു തന്നെയാണ്. സോ നമുക്കിപ്പം ദുബായിലെ ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റായ ബിക്കനേർ വാലയിലെ രാജ് കച്ചോറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയും. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ എല്ലാം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, രാജ് കച്ചോറി. പിന്നെ നമുക്കുള്ളത് ബട്ടർ നാൻ, പിന്നെ ഇത് പനീർ ബട്ടർ മസാലയാണ് നമ്മൾ ചോദിച്ചത്. പനീർ ടിക്ക മസാല. നൈസ്. അതൊന്നുമല്ല, പനീർ ബട്ടർ മസാല മാത്രമേ അറിയുള്ളൂ. അത് ചോദിച്ചപ്പോൾ അത് ഇല്ലാന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞു ഇതാണ് ഉള്ളതെന്ന്. ഇത് കഴിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നമുക്ക് പറയാം. കൊള്ളാം ഗൈസ്. പിന്നെ ഇത് ഞാൻ കുറെ നാളായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആലു പൊറോട്ട. ഗൈസ്, ഞാനൊരു കോഫി ലവറാണ് ആക്ച്വലി. ഇപ്പൊ ഇവിടെ വന്നപ്പം ഞാൻ കണ്ടു മസാല ടീ. അപ്പം അത് ഞങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ടീ, അതായത് പാലിൽ ഒഴിച്ചിട്ട് നമ്മുടെ ടീ പൗഡർ ഇട്ടിട്ട് കുടിക്കുന്ന ചായ, അങ്ങനത്തെ ചായ ആദ്യമായിട്ടാണ് കുടിക്കാൻ പോകുന്നത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പേ ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത കസ്റ്റമർ സർവീസിൽ ആൾ സ്വീറ്റ് കൊണ്ടു തന്നു. ഇന്ത്യയിൽ എന്തോ ഫീസ് ഫെസ്റ്റിവൽ അങ്ങനത്തെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് കൊണ്ടു തന്നതാണ്. ഇതെന്തോ റോസും ഇതെന്തോ മലയും അങ്ങനെ എന്തോ പറഞ്ഞത്. എന്തായാലും ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയണ്ടല്ലോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അവിടുത്തെ സ്വീറ്റ്സ് ആണ്. ഇത് ഞാൻ ലാസ്റ്റ് എടുത്ത ഒരു ഷോർട്സ് ആണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ആണുള്ളത്. നിങ്ങളൊരു സ്വീറ്റ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഗൈസ്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം അവിടെ സ്വീറ്റ്സ് കൂടാതെ തന്നെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതാണ്ടേ ഇതാണ് ഗൈസ്. ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട്, നോൺ ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് അവിടെ ഉള്ളത്.